ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവമാസം 18-ാം തീയതി രാത്രി 1:48 വ്യാഴഗ്രഹം കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഒരു വർഷമാണ് നിൽക്കുന്നത്. സർവേശ്വരകാരകനും സർവസമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴത്തിന് ഏറ്റവും ബലമുള്ള രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ അത് ധനു രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെ വിചിന്തനം ചെയ്യുമ്പോൾ, ധനു രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമാണ്. രാശിയുടെ അല്ലെങ്കിൽ ധനു രാശിയുടെ സുഖസ്ഥാനമായ മീനം രാശിയുടെ ആധിപത്യം കൂടിയുള്ള ആ വ്യാഴഗ്രഹം ഉച്ചബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഉച്ചം ചെയ്യുന്ന ഒരു ഗ്രഹം ഏത് രാശിക്കാരെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഈ ധനു രാശിക്കാർക്ക് വന്നു ചെയ്യും. കൂടാതെ ഒരു വർഷത്തേനുള്ള ഫലമാണല്ലോ ഞാൻ പറയുന്നത്. അത് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് ഓരോ മാസവും ഓരോ ഗ്രഹങ്ങൾ ഉച്ചബലത്തിലും സ്വക്ഷേത്രത്തിലും ബന്ധുക്ഷേത്രത്തിലും ഒക്കെ വരുന്നുണ്ട്. അതായത് ബുധൻ, ശുക്രൻ, ആദിത്യൻ, മറ്റ് ചൊവ്വാഗ്രഹം, ഇതൊക്കെ ബലം വർദ്ധിച്ച് വരുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അത് മാസഫലമായിട്ടും ആഴ്ചഫലമായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് പൂർണ്ണ വിവരങ്ങൾ അറിയാവുന്നതാണ്. കൂടാതെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. ജാതകം നോക്കുന്നതിനും പൊരുത്തം നോക്കുക, അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, അങ്ങനെ നിരവധി കാര്യങ്ങൾക്കായിട്ട്. ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ വ്യാഴമാറ്റം പല കാരണങ്ങൾ കൊണ്ടും അഭിവൃദ്ധിയുടെ ഒരു വർഷമാണ്. എന്നിരുന്നാലും വളരെ ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അതായത് പ്രധാനമായ വലിയ ബിസിനസ്സുകളും വ്യാപാരങ്ങളിലും ഒക്കെ ഏർപ്പെടുവാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്നവർ, സ്ത്രീ പുരുഷ ഭേദമന്യേ കാലദേശാന്തരത്തിന് അതീതമായിട്ട് പ്രധാന രേഖകളിൽ ഒപ്പുവെക്കുന്നവരും പ്രധാന സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും വളരെ ജാഗ്രത പാലിക്കുക. മറ്റൊരാൾക്ക് കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുന്നവരും അതുപോലെ ജാമ്യം നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രത വേണ്ട ഒരു വർഷമാണ്. അഷ്ടമം എന്ന ഭാവത്തിൽ അത് അത്ര ചില കാര്യങ്ങൾക്കെങ്കിലും ചിലർക്കെങ്കിലും അത് കഷ്ടതയും കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. അതായത് ആരോഗ്യപരമായിട്ട് പെട്ടെന്ന് ഒരു നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് എങ്കിൽ പോലും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക, ശ്രേയസിനും യശസ്സിനും പെട്ടെന്ന് ഉയർച്ച വരുന്നതോടൊപ്പം തന്നെ അതുപോലെ അധപ്പതനം വരിക, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതായത് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ, ശ്രേയസ്സും യശസ്സും ഒക്കെ വർദ്ധിച്ച് കീർത്തിയും പദവിയിലുമൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അത് പെട്ടെന്ന് ഒരു ദിവസം തകർന്നു പോകാതിരിക്കുവാൻ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഏർപ്പെടുന്ന രംഗങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യനിഷ്ഠയും സത്യസന്ധതയും കൊള്ളാവുന്ന നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് സുഹൃത്തുക്കളായിട്ട് വെക്കേണ്ട ഒരു കാലമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്താൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും. അതങ്ങനെ ഒരു പ്രധാനം ഉണ്ട്. എന്നാൽ നല്ല ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ പല കാര്യങ്ങൾക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. ഏറ്റവും പ്രധാനമായിട്ട് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർ, വിദേശത്തായിരിക്കുന്നവർ, സപ്തസാഗരങ്ങളിൽ പോയി കടന്ന് യൂറോപ്യൻ കൺട്രികളിലും മറ്റ് ഗൾഫ് കൺട്രികളിലൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് കാണുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ അപ്പോൾ സ്വന്തം നാട് വിട്ടു നിൽക്കുമ്പോൾ, മാതാപിതാക്കളെ വേറെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ, ജീവിത പങ്കാളിയുമായിട്ടും മക്കളുമൊക്കെ ആയിട്ട് അകന്നു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാൻ സൂചനയുണ്ട്. ആ സന്ദർഭങ്ങളിൽ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിലും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ധനാഗമന യോഗമാണ്. ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യം വന്നു ചേരുവാനൊക്കെ പൂർണ്ണമായ
അനുഗ്രഹമുള്ള സമയം. അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ടൊക്കെ ചിട്ടി കുറിയടിക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സഹായിക്കുക, ഗവൺമെൻറ്റിൽ നിന്ന് ചില സഹായങ്ങൾ കിട്ടുക, PSC പോലെയുള്ള ടെസ്റ്റുകൾ എഴുതുന്നവർ, മറ്റു വിവിധങ്ങളായ പരീക്ഷ ജോലിക്കായിട്ട് എഴുതുന്നവരത് പാസ്സാകുക, അപ്രതീക്ഷിതമായ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരത്തക്ക രീതിയിലുള്ള ജോലി ലഭിക്കുക, പഠിച്ച വിദ്യയ്ക്കനുസരിച്ചും അതിൻ്റെ മേലെയും ഒക്കെ നല്ല ജോലി കിട്ടുക. അതുപോലെ തന്നെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ കുതിച്ചുയർന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുക. കർത്തവ്യമഖിലം വിത്തം വാണി ചക്ഷുഷദേശം. ചില സമയത്തെ വാക്കുകൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് നേട്ടങ്ങൾ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. സ്ഥാനമാനങ്ങൾ വന്നു ചേരുക, അംഗീകാരങ്ങൾ വന്നു ചേരുക. രാഷ്ട്രീയക്കാർക്കായാലും സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കോ അതുപോലെ തന്നെ സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അധികാരങ്ങൾ വന്നു ചേരുന്നതിനും, അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് പ്രൊമോഷൻ വന്നു ചേരുക, അങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ അധികാരം എടുത്ത് പ്രയോഗിക്കുക. പോലീസ് ഓഫീസേഴ്സിനായാലും മിലിറ്ററി ഓഫീസേഴ്സിനായാലും അതുപോലെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലൊക്കെ അധികാരികളുമായിട്ട് അടുത്ത് ഇടപെടുക വഴി പ്രധാന കാര്യങ്ങളിലൊക്കെ പങ്കാളികളാകുവാനും സൂചനയുണ്ട്. അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഗൃഹസംബന്ധമായിട്ടും വളരെ നല്ലതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യവും കൂടിയുള്ള ആ വ്യാഴഗ്രഹം ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനമാസനം ജാലാളിത്യമംബ ശയനഞ്ചവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത് എന്ന പ്രമാണപ്രകാരം ജന്മഗൃഹത്തിനും പുതിയതായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും പുതിയ ഭൂമി വന്നു ചേരുന്നതിനും മാതാവിനും അമ്മയ്ക്കും അമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും ഒക്കെ നല്ല സുഹൃത്തുക്കളെ കിട്ടുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് മാനസികമായ ഉല്ലാസവും ശാരീരികമായ സംതൃപ്തി, ശാരീരികമായിട്ട് ആരോഗ്യ സംതൃപ്തമായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും പല വിധത്തിലും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വാക്കു സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട തൊഴിൽ, അത് അഡ്വക്കേറ്റുമാര്, അധ്യാപകര്, പ്രസംഗികർ, രാഷ്ട്രീയക്കാർ, അതുപോലെ വാക്കുകൊണ്ട് സംഗീതം, വോക്കൽ, അങ്ങനെയൊക്കെ ഉള്ള നിരവധി കാര്യങ്ങളുണ്ട് വേറെയും. അവർക്കൊക്കെ അഭിവൃദ്ധി വന്നു ചേരും, പ്രസിദ്ധി വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും സുഖവും സന്തോഷവുമുള്ള ഒരു വർഷമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ ചില സന്ദർഭങ്ങൾ ഒത്തുവരിക, അത് സ്വാഭാവികമായിട്ട് ഈ വർഷം വന്നു ചേരും. അവസരം വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വിട്ടുവീഴ്ചയിലൂടെയൊക്കെ സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയെ ലഭിക്കും. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഏതെങ്കിലും തരത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും ദൈവാധീനവും ദമ്പതികളായിട്ടുള്ളവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതായത് അധിക പാപത്വമൊന്നും ആ ദാമ്പത്യ ഭാവത്തിൽ കടന്നു വരാത്ത ഒരു വർഷം. എങ്കിലും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അങ്ങേയറ്റം ആവശ്യവുമാണ്. തൊഴിൽപരമായ രംഗങ്ങളെ ചിന്തിക്കുമ്പോൾ തൊഴിൽ കാര്യങ്ങളിൽ അലസത വന്നു പെടുക സ്വാഭാവികമാണ്. അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അലസത വന്നു പെടാം. എന്നിരുന്നാലും അലസത വിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിജയം തേടി വരും. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായാലും ഒരു വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കോ IT ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റ് ഗവൺമെൻറ് ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അപ്രതീക്ഷിത ധനമാണ്. അത് ബ്രോക്കറിംഗ് കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. ധനാഗമന യോഗം പെട്ടെന്ന് ഉണ്ടാകുവാനും ഉത്തമമായ ഭൂമി വാങ്ങുവാനും ഉത്തമ ഗൃഹം വന്നു ചേരുവാനും ഒക്കെ യോഗമുള്ള ഒരു വർഷമാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഏറ്റവും തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്